ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമേ തന്നെ പറയുകയാണ്, ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം നമ്മളൊരു കുഞ്ഞ് ട്രിപ്പ് കോളേജിൽ നിന്ന് പോയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സോ സമയമുള്ളവർ ക്ഷമയോടെ ഇരുന്ന് മുഴുവൻ കാണുക. അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം പറയുകയാണ്, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്തേക്കുക. നമ്മളപ്പോൾ ഒത്തിരി ദൂരത്തൊന്നും അല്ല പോകുന്നത്, എറണാകുളത്ത് തന്നെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി നേരത്തെ ഒന്നും കോളേജിൽ എത്തണ്ടായിരുന്നു. അവിടെ ഒരു 10-10:30 ആകുമ്പോൾ എത്തുന്ന രീതിയിൽ, അതായത് നമ്മുടെ അടുത്ത് കോളേജിൽ ഒരു 8:30 ആകുമ്പോൾ എത്താനാണ് പറഞ്ഞിരുന്നത്. 8:30 എന്ന് പറഞ്ഞാലേ എല്ലാവരും ഒരു 9 മണിക്കുള്ളിലെങ്കിലും എത്തുള്ളൂ എന്ന് മിസ്സിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് കുറച്ച് കയറ്റി പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇതേണ്ട കോളേജിലെത്തിയപ്പോൾ അധികം പേരൊന്നും വന്നിട്ടില്ല, വളരെ കുറച്ച് പേരെ വന്നിട്ടുണ്ടായുള്ളൂ. പിന്നെ പതുക്കെ ഓരോരുത്തരായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ടീച്ചേഴ്സും എത്തിയിട്ടില്ല. ഞങ്ങൾ കുറച്ചധികം നേരം പോസ്റ്റ് ആയിട്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ഓരോന്നും പറഞ്ഞിരുന്നു. വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല, കാരണം എന്ത് എക്സൈറ്റ്മെൻറ്റോടെ ചെയ്താലും ഇപ്പോൾ ഒന്നും നടക്കാറില്ല. അതുകൊണ്ട് തന്നെ വരുന്നിടത്ത് വെച്ച് കാണാം, എങ്ങനെ ആവുമെന്ന് ഒരു പ്രതീക്ഷയില്ല, ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ലാതെയാണ് പോയത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ അവസാനം തിരിച്ചെത്തിയത്. അപ്പോൾ ഞങ്ങൾ 4 പേരും എത്തിയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഇന്ന് NSSൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ട്രിപ്പ് ആയതുകൊണ്ട് നമുക്കത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഞങ്ങൾക്ക് ട്രിപ്പാണെന്നറിയാതെ പാവം ഇവൻ വന്ന ഉടനെ ചോദിച്ചത്, അയ്യോ NSS യൂണിഫോം എവിടെയെന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ട്രിപ്പാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്ന് അവൻ പോയി അവൻ്റെ വഴിക്ക്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി ഇരിപ്പുണ്ട്. കാരണം ഇനിയിപ്പോൾ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സീറ്റിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല, മൊത്തം തിരക്കാവും. അതുകൊണ്ട് ഞങ്ങൾ ആദ്യമേ തന്നെ കയറി സൈഡ് സീറ്റും അതുപോലെ ഇഷ്ടമുള്ള സീറ്റും ഒക്കെ പിടിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ അത് മാത്രമല്ല, കുറേ നേരമായില്ലേ നമ്മൾ അവിടെ തന്നെ നിൽക്കുന്നു. അപ്പം അടുത്തു, ഇനി കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആൾക്കാരെല്ലാവരും എത്തിയിട്ടില്ല, പതുക്കെ വന്നുകൊണ്ടേ ഇരിക്കുവാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കയറിയൊക്കെ ഇരുന്ന് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ബാക്കി ആൾക്കാരും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ പോകാം. നേഹ 1 മിനിറ്റ് ഒന്ന് നോക്കിക്കേ, വീഡിയോ എടുക്കുവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അടുത്തിരുന്ന ആൾ അവളെ തോണ്ടിയിട്ട് ഒരുമിച്ച് തിരിഞ്ഞതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട് എന്തോ കാര്യമായിട്ടുള്ള കാര്യം ഡിസ്കസ് ചെയ്യുമായിരുന്നെന്നാണ് തോന്നുന്നത്. എന്തായിരുന്നു ഇത്ര വലിയ കാര്യം, ഞാനിപ്പോൾ മറന്നുപോയി, അത് വേറെ കാര്യം. അങ്ങനെ ഓരോരുത്തരെയായിട്ട് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത മിസ്സ്. ഞങ്ങൾക്ക് സുവോളജി 3 ടീച്ചേഴ്സാണ് എടുക്കുന്നത്. അപ്പോൾ 3 പേരും ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ വരുന്നുണ്ട്. 3 അല്ല, ആക്ച്വലി 4 പേരുണ്ട്. കാരണം 3 പേര് തിയറിയും ഒരാൾ ലാബിൻ്റെയും ഇൻചാർജാണ്. അങ്ങനെ 4 പേരുണ്ട്. അതിലൊരു മിസ്സ് സുവോളജി 3rd ഇയേഴ്സുമായിട്ട് ഗോവയിലൊക്കെ ട്രിപ്പ് പോയി വന്നതിൻ്റെ ക്ഷീണത്തിലായതുകൊണ്ട് മിസ്സ് ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ടില്ല. ബാക്കി 3 പേരാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളത്. പിന്നെ ഇവൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോ അവന് സജഷനായിട്ട് ചെല്ലുന്നുണ്ടെന്ന് ഇവൻ പറഞ്ഞതാണ്. നല്ല കാര്യം, കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞ് ഞാനും നിന്നു. സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലാസിൻ്റെ പേരിലുള്ള അടിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കളിക്കുകയാണ്. അവസാനം അവർ തന്നെ പറഞ്ഞൊരു തീരുമാനത്തിലെത്തി. സീരിയസ് ആയിട്ടുള്ള അടിയൊന്നും അല്ലെന്നേ, ചുമ്മാ തമാശയ്ക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കയറിയോന്ന് അറിയാൻ വേണ്ടി 1 2 3 എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ക്ലാസ്സിലെ റോൾ നമ്പർ എടുത്ത എൻ്റെ കൂട്ടുകാരിയെ ഞാൻ ഓർക്കുവാണ് ഗൈസ് ഈ നിമിഷത്തിൽ. അപ്പോൾ കോളേജിൽ നിന്ന് കയറുന്നവരൊക്കെ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് വഴിയിൽ വെച്ചിട്ട് കുറച്ച് ആൾക്കാരെയും കൂടെ കയറ്റാനായിട്ടും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് ഗൈസ് ഞങ്ങളുടെ ട്രിപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിവിടെ തൊട്ടടുത്താണ് പോകുന്നത്, കാലടിയിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ബസ്സും ടൂറിസ്റ്റ് ബസ്സൊന്നും എടുത്തില്ല, നമ്മുടെ കോളേജ് ബസ്സിൽ തന്നെ പോയി വരുമായിരുന്നു ചെയ്തത്. ഇവൾ കാര്യമായിട്ട് എന്തോ പറയാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു, പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല. എന്തായാലും കൂടെ ഇരുന്ന ആൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അവളും എന്തൊക്കെയോ കാണിക്കുന്നുണ്ടല്ലോ. പിന്നെ വീഡിയോ കണ്ട തംസപ്പ് മെയിനാണ് ഞങ്ങളുടെ പിള്ളേർക്ക്. മറ്റൊരു കാര്യത്തിലും കാണാത്തൊരു ഒത്തൊരുമയാണ് ഈ ഒരു കാര്യത്തിൽ പൊതുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ പിന്നെ വലിയ സെറ്റപ്പൊന്നും അല്ല, ഞങ്ങൾ തന്നെ സ്പീക്കറും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോയി ചെറിയ രീതിയിലൊരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്പീക്കറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ വയനാട്ടിൽ നിന്ന് 2 പിള്ളേരുണ്ട്. അപ്പോൾ ലുലുമാൾ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും കൂടെ അതാ നോക്കൂ, ഇതാണ് ലുലുമാൾ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അവരെ കളിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് കേൾക്കാൻ രസമുള്ള മ്യൂസിക്കൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്ലേ ആവുന്നുണ്ട്. പക്ഷേ അതെനിക്കിവിടെ കേൾപ്പിക്കാൻ പറ്റത്തില്ല, കാരണം ഏത് സമയത്ത് കോപ്പിറൈറ്റ് തരുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ സ്വന്തം റിസ്ക് എടുത്തിട്ട് കുറേ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട് അവസാനം കോപ്പിറൈറ്റ് അടിച്ച് അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്തിടേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടുള്ളതുകൊണ്ട് ഇപ്രാവശ്യം റിസ്ക് എടുക്കാൻ വയ്യ ഗൈസ്. കാരണം ഇത്രയും ലെങ്ത്തുള്ള വീഡിയോ പിന്നെ ഇരുന്ന് എക്സ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. നമുക്ക് സ്റ്റോറേജ് ഇല്ലടേ. ഞാൻ ഈ സൈഡ് സീറ്റിലിരുന്ന് ഇത്രയും എക്സ്പ്രഷൻ ഇട്ട് ആസ്വദിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, വെച്ചിരുന്ന പാട്ടെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന പാട്ടായിരുന്നു. ഇപ്രാവശ്യത്തെ ട്രിപ്പിൽ എനിക്ക് ഭയങ്കര സന്തോഷവും അതുപോലെ സ്പെഷ്യലായിട്ടും തോന്നിയ കാര്യം, ഇപ്രാവശ്യം ക്ലാസ്സിലെ എല്ലാവരും ഉണ്ടായിരുന്നു ട്രിപ്പിന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയ സമയത്ത് NCC പിള്ളേർക്കൊന്നും വരാൻ പറ്റിയില്ലായിരുന്നു, കാരണം ക്യാമ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർ തിരക്കിലായിരുന്നു. ഇപ്രാവശ്യം പക്ഷേ എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഫോട്ടോ എടുത്തപ്പോൾ ഒരു ഇൻകംപ്ലീറ്റ് ഫ്രെയിമായിരുന്നു. ഇപ്രാവശ്യം നമുക്കത് പരിഹരിക്കാം. അങ്ങനെ ഫോണിൽ പാട്ട് വെച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ റിയൽ മ്യൂസിക്കിലേക്ക് അങ്ങ് ഇറങ്ങി ഗൈസ്.
ഞങ്ങളുടെ ബാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഏകദേശം ഒരേ വൈബുള്ള ആൾക്കാരാണ്, ഒരേ ടേസ്റ്റ് ഉള്ളവരെന്നൊക്കെ പറയത്തില്ലേ, ഏതാണ്ട് അതുപോലൊക്കെ തന്നെ. അതിപ്പോൾ ഞാനായിട്ട് പറയുന്നതല്ല, പല ടീച്ചേഴ്സും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും കൂടെ എങ്ങനെ ഒരുമിച്ച് വന്നു എന്ന്. അതിപ്പോൾ കുരുത്തക്കേടിനാണെങ്കിലും പൊട്ടത്തരത്തിനാണെങ്കിലും നല്ല കാര്യത്തിനാണെങ്കിലും ഒക്കെ ഞങ്ങൾ ഏകദേശം ഒരുപോലെ തന്നെ നിൽക്കും എല്ലാവരും. അങ്ങനെ നമ്മളിപ്പോൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരുമെന്നാണ് എൻ്റെ വിശ്വാസം. അവൻ നന്നായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ ഏതൊക്കെയോ കീ പിടിച്ച് പ്രസ് ചെയ്ത് മൊത്തം തെറ്റിക്കാനായിട്ട് നോക്കുവാണ്. എന്ത് കഷ്ടമല്ലേ ഒരാൾ നന്നായിട്ട് പാടുമ്പോൾ തെറ്റിക്കാൻ നോക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ എത്തിച്ചേർന്നേക്കുവാണ് നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്ക്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇറങ്ങി. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു ഗൈസ്. ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ വെയിലത്ത് ഈ റോഡ് ക്രോസ് ചെയ്യുന്നതാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ റോഡൊക്കെ ക്രോസ് ചെയ്ത് അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ ഒരു 1.5 മണിക്കൂർ ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഇവിടെ എല്ലാം ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. അധികം ദൂരത്തോട്ട് പോയില്ല, അടുത്ത് തന്നെ കുറച്ചിങ്ങനെ പോയി കണ്ട് എങ്ങനെയുണ്ട് സ്ഥലം എന്നൊക്കെ നോക്കി. എയർപോർട്ട് ഇവിടെ അടുത്തായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പ്ലെയിൻ പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഫുഡ് ഫെസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ട്രഷർ ഹണ്ടിൻ്റെ കോമ്പറ്റീഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കോളേജിൽ നിന്ന് 3 പേരടങ്ങുന്ന ഒരു ടീമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവളും പിന്നെ വേറെ 2 പേരും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോയി. ഇനി ഈ സ്ഥലത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാനാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം ഈ കാഴ്ചകളൊക്കെ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് തരുന്ന ഒരു സംഭവമാണ്. നമ്മുടെ കുട്ടനാട്ടിലെയൊക്കെ പോലെ തന്നെ ചെറിയ ചെറിയ പാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എറണാകുളം മെയിൻ സിറ്റിയിലായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും എറണാകുളത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ സിറ്റി തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ട് ഇങ്ങനെ ഒരു പ്രദേശം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ തരുന്ന ഒരു നേച്ചറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ക്യാപ്പ് എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നുണ്ടായിരുന്നു എനിക്ക് വലിയ എക്സൈറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാന്ന്. സാധാരണ ട്രിപ്പൊക്കെ പോകുകയെന്ന് പറയുമ്പോഴത്തേക്കും തലേ ദിവസം തൊട്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അതിനെക്കുറിച്ച് ആലോചിക്കും ഇങ്ങനെ എങ്ങനെ ആയിരിക്കും, അടിപൊളിയായിരിക്കും എന്നൊക്കെ. പക്ഷേ ഇപ്രാവശ്യത്തെ, അതായത് ഈ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കാനാണെങ്കിൽ പൊതുവേ ഞങ്ങൾ എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ അതൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ യാതൊരു എക്സ്പെക്റ്റേഷൻസും ഒരു കാര്യത്തിലും ഇല്ലാതെയായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ സെമിനാർ തുടങ്ങാനായിട്ട് കുറച്ചും കൂടെ സമയമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. കാരണം ബാക്കിയുള്ള സ്ഥലങ്ങൾ, അതായത് ഇനിയും കുറേ നമുക്ക് അങ്ങോട്ട് നടന്ന് കാണാനുണ്ട്. അതെല്ലാം ക്ലാസ് കഴിഞ്ഞിട്ട് കാണാമെന്നായിരുന്നു മിസ്സുമാർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ സെറ്റായിട്ടിരുന്നു. കാരണം നമുക്ക് ക്ലാസ്സിൽ ഉറങ്ങാതിരുന്ന് ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ എന്ത് വേണം, എനർജി വേണം. കാര്യം നമ്മൾ പോയത് സുവോളജിയുടെ ട്രിപ്പിനാണെങ്കിലും ബോട്ടണി റിലേറ്റഡ് ഐറ്റംസ് ആയിരുന്നു ഇവിടെ കൂടുതലും ഉണ്ടായിരുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ തോടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിതേ ക്ലാസ്സിൽ കയറി. അപ്പോൾ ക്ലാസ്സിൻ്റെ കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല, ആകെ ഇത്രയും വീഡിയോ എടുത്തുള്ളൂ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ഈ സ്ഥലം മൊത്തത്തിലൊന്ന് കാണാൻ പോവാണ്. അപ്പോൾ ട്രഷർ ഹണ്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കാലടി ശ്രീശങ്കര കോളേജിലെ NSS വോളണ്ടിയേഴ്സ് ആയിരുന്നു. അപ്പോൾ എവിടെ ചെന്നാലും അവിടെയൊക്കെ NSSൻ്റെ ഒരു പ്രസൻസ് കൂടി നമുക്ക് കാണാൻ സാധിക്കും. അത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അവർ 3 പേരും ട്രഷർ ഹണ്ടിന് പോയ സമയം കൊണ്ട് ഞങ്ങൾ അത്യാവശ്യം ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വന്നു. അപ്പോൾ ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ്. അതുപോലെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി, പക്ഷേ അത് വെറുതെ വെള്ളം ഇങ്ങനെ കിടക്കുന്നതെന്നല്ലാതെ മീനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ തൈകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ബൊഗൈൻ വില്ല, കണ്ട ചെടികളുടെയൊക്കെ ഫോട്ടോ എടുക്കലാണ് ഇപ്പോൾ എൻ്റെ പരിപാടി. അത് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, നല്ല നല്ല സംഭവങ്ങളൊക്കെ ഇതുപോലത്തെ നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തതും ഒക്കെ ആഡ് ചെയ്തോ എന്നുള്ള രീതിക്ക്. അപ്പോൾ ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് എടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ അവിടെ ഇതുപോലെ കുറേ കൃഷിയുടെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പടവലം, അതുപോലെ ഒട്ടുമിക്ക സാധനങ്ങൾ, ബ്രിഞ്ചോൾ, ചീരയുടെ മുമ്പേ കാണിച്ചു. അങ്ങനെ പല ഐറ്റംസ് ഉണ്ടായിരുന്നു. ചക്ക, മാങ്ങ, അങ്ങനെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചക്കയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ പിന്നെ മുന്നോട്ട് നടന്നു. അങ്ങനെ മുന്നോട്ട് നടന്നപ്പോഴാണ് ഇത് കണ്ടത്. ഇന്ന് ഏറുമാടം എന്ന് തന്നെയല്ലേ പറയുന്നത്, അങ്ങനെയാണെന്ന് തോന്നുന്നു. അത്യാവശ്യം കുറച്ച് ഹൈറ്റിലുള്ള സംഭവമായിരുന്നു. അപ്പോൾ ഇതിൽ കയറണമെന്ന് വിചാരിച്ചെങ്കിലും ഇതിൽ കയറാനായിട്ട് പറ്റിയില്ലായിരുന്നു. ഓൾറെഡി കുറച്ച് പിള്ളേർ അവിടെ ഉള്ളത് കാരണം നമുക്ക് പിന്നെയും മുന്നോട്ടേക്ക്, നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ അങ്ങ് മുന്നോട്ടേക്ക് നടന്ന് നീങ്ങി. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ കയറാനായിട്ട് പോയില്ല. ചെടികൾ മാത്രമല്ല കേട്ടോ, ഇവിടെ സുവോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മീൻ, കിളികൾ, അതുപോലെ തന്നെ പേത്ത, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണാൻ നല്ല രസമുണ്ട്, എല്ലാവരും കൂടി ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന കാണാനായിട്ട്. അപ്പോൾ ഞാൻ നൈസായിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും അവരങ്ങ് ദൂരേക്ക് മാറി. പിന്നെ അവിടെ തന്നെ അവർ നിൽക്കുമോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല ഗൈസ്. ഞാൻ വെറുതെ ഒന്ന് ചെന്ന് നോക്കിയതാണ്. അപ്പോഴത്തേക്കും അവർ ഇറങ്ങി പോകുമായിരുന്നു. പിന്നെ ഞാൻ പാവം അവരെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പോയില്ല. കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ വഴിക്കും അവരവരുടെ വഴിക്കും പോയി. വലിയ രീതിയിലുള്ള എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും എനിക്കില്ലായിരുന്നെങ്കിലും കുഞ്ഞു എക്സൈറ്റ്മെൻറ്റൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. അതിന് കാരണം എന്ന് പറഞ്ഞാൽ, ഒരു കാരണം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മഡ്ഡി ഫുട്ബോളാണ്. ഞാൻ കുട്ടനാട്ടിലൊക്കെ ആണെങ്കിലും ഇതുവരെ ചേറിലിറങ്ങി അങ്ങനെ ഫുട്ബോൾ കളിക്കുക അങ്ങനെയൊന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. വൺസ് ഇൻ എ ലൈഫ് ടൈം എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ, അതായത് പോകുന്നതിൻ്റെ തലേ ദിവസം ഇതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇവിടെ മഡ്ഡി ഫുട്ബോൾ ഉണ്ടെന്നും അതുപോലെ തന്നെ റെയിൻബോ ഡാൻസ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് തോന്നിയ ആകെ 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇപ്പോൾ ഇതൊന്നും ചെയ്യണ്ട, പിന്നീട് എപ്പോഴെങ്കിലും ആവാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഈ ഒരു അവസരം കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് ഞങ്ങളെ ഇറക്കുക എന്നുള്ള രീതിയിലായിരുന്നു ഞാനിരുന്നിരുന്നത്. അങ്ങനെ കുറച്ച് മീനിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെ നടക്കുമായിരുന്നു. കാരണം അത്യാവശ്യം കുറേ കാണാനായിട്ടുണ്ട് നടന്ന്. പിന്നെ ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്, ജ്യൂസിൻ്റെയൊക്കെ. അപ്പോൾ നടന്ന് ക്ഷീണിച്ച് കഴിയുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് വെള്ളമൊക്കെ കുടിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കോളിഫ്ലവർ, ക്യാബേജ്, അങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വെറുതെ ചെളിയിലിറങ്ങി ഫുട്ബോൾ കളിക്കുകയല്ല, പാട്ടും കാര്യങ്ങളും എല്ലാം വെച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈബ് ചെയ്ത് എൻജോയ് ചെയ്ത് നമുക്ക് കളിക്കാനായിട്ട് പറ്റും. പാടത്തിൻ്റെ നടുക്ക് ചീര അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതും മൊത്തത്തിലുള്ള അറേഞ്ച്മെൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നേരത്തെ കണ്ട ഏറുമാടത്തിൽ കയറാൻ പറ്റിയില്ലെങ്കിലും ഈ കുഞ്ഞ് ഏറുമാടത്തിൽ നമുക്ക് കയറാനായിട്ട് പറ്റി. അതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നടന്ന് ക്ഷീണിച്ചിട്ട് ഓരോ ആൾക്കാരായിട്ട് പതുക്കെ ഇരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. മിസ്സും സാറുമാണ് ഇത്. ഇപ്പം നിങ്ങൾ ചോദിക്കും 4 ടീച്ചേഴ്സോ, സാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന്. സാറ് വരുന്ന കാര്യം ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. സാറ് ഡയറക്റ്റ് ഈ സ്ഥലത്തോട്ട് വന്ന് പകുതിക്ക് വെച്ച് ജോയിൻ ചെയ്യുമായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അവിടെ എവിടെയോ ഒരു പൈപ്പുണ്ട്, നല്ല തണുത്ത വെള്ളമാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടിട്ട് കാല് കഴുകാനായിട്ട് പോവുകയാണ്. പിന്നെ ഇതുപോലെ കുറേ പയറും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ മുളകും ഒക്കെ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ല പ്രൊഫഷണൽ രീതിയിൽ വീഡിയോ എടുക്കാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വക സാധനങ്ങളൊക്കെ എടുക്കുന്നത്. ചില ആൾക്കാർ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ തന്നെ എന്തൊരു പ്രൊഫഷണൽ ടച്ചാണ് ഫീൽ ചെയ്യുന്നതെന്നറിയോ. ഫോണിൻ്റെ ഗുണമുണ്ട്, പക്ഷേ അവരുടെ കഴിവും ഉണ്ട്. അതിൽ രണ്ടും എന്തിനാണെന്നറിയാതെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടത് ചീരയാണ്, നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. പക്ഷേ എൻ്റെ ലൈഫിൽ ഇത്രയും ഹൈറ്റുള്ള ഒരു ചീര ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ വെറുതെ ഒരു കണ്ടൻറ്റിന് വേണ്ടിയിട്ട് അവളെ പിടിച്ച് നിർത്തിയിട്ട് ഞാൻ പറഞ്ഞൊരു സംഭവമാണ്. ഇവരുടെ ട്രഷർ ഹണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുന്നത് കാണുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് നമ്മൾ ക്ഷീണിച്ചു. അവസാനം നമ്മൾ വെള്ളം കുടിക്കാമെന്ന് തീരുമാനിച്ച്. അങ്ങനെ ഞാനൊരു കുലുക്കി പറഞ്ഞു. എനിക്ക് കുലുക്കി ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഗ്രീൻ ആപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഗ്രീൻ ആപ്പിൾ തീർന്നു പോയായിരുന്നു. പിന്നുള്ളത് ഗുവയും അതുപോലെ തന്നെ പൈനാപ്പിളും ആണ്. ഗുവ എനിക്ക് എങ്ങനെ ഉണ്ടാവും എന്നറിയത്തില്ല. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും കുളമാവും എന്ന് പറയുന്ന പോലെ ഞാൻ എപ്പോൾ ഗുവ മേടിച്ചാലും മൊത്തം വൻ ഫ്ലോപ്പാണ്. അതുകൊണ്ട് ഞാൻ വെറുതെ പൈസ കളയാനായിട്ട് നിന്നില്ല, പൈനാപ്പിൾ മേടിച്ച് കുടിച്ചു. അതെനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തായിരുന്നു. അങ്ങനെ ഉച്ചയായി. ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ പതുക്കെ ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഊണായിരുന്നു ഗൈസ്. അതും കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ മേളിൽ കയറി ഇരുന്ന് ജസ്റ്റ് പാട്ടൊക്കെ പാടി ഒന്ന് ചില്ല് ചെയ്യുമായിരുന്നു. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനും പാട്ട് പാടാനും ഒക്കെ നല്ല രസമായിരിക്കും അല്ലേ. ഇപ്പോൾ വെയിലുള്ളത് കാരണം എനിക്ക് ചെറിയ രീതിയിലുള്ള ഇറിറ്റേഷൻ ഫീൽ ചെയ്തെങ്കിലും ഓക്കെ ആയിരുന്നു.
അപ്പോൾ ഇവനാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ മെയിൻ പാട്ടുകാരൻ എന്ന് പറയുന്നത്. ഇവൻ്റെ പേര് ടുട്ടു. അപ്പോൾ ഞങ്ങൾ സ്നേഹത്തോടെ ടുട്ടു എന്ന് വിളിക്കുന്നതാണ്. ശരിക്കുള്ള പേര് അലൻ എന്നാണ്. അപ്പോൾ മേളിലോട്ട് എങ്ങനെ കയറിയെന്ന് എനിക്കറിയത്തില്ല. തിരിച്ച് താഴത്തോട്ട് ഇറങ്ങാൻ നോക്കുമ്പോഴത്തേക്കും എന്തോ പോലെയായിരുന്നു. ഒരു സ്ഥലത്ത് 10-15 മിനിറ്റ് കൂടുതൽ അടങ്ങിയിരിക്കാനായിട്ട് എന്നെക്കൊണ്ട് സാധിക്കത്തില്ല. പ്രത്യേകിച്ച് ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ എനിക്കിങ്ങനെ അടങ്ങി ഒരിടത്ത് ഒതുങ്ങിയിരിക്കുന്നതേ ഇഷ്ടമല്ല. മൊത്തം ഓടി നടന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് എനിക്ക് പൊതുവേ ഇഷ്ടം. പിന്നെ ഇതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിക്കുക, അതാണ് എൻ്റെ സന്തോഷകരമായ നിമിഷങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ അതേ താഴെ ഇറങ്ങിയിട്ട് നമ്മൾ പൈനാപ്പിൾ അല്ലല്ലോ, വാട്ടർമെലണും അതുപോലെ തന്നെ മാംഗോയും ഒക്കെ മേടിച്ച് കഴിച്ച് ഫുഡൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഗൈസ് കിട്ടുന്നത്. കാണുമ്പോൾ ഇങ്ങനെയാണല്ലോ എന്ന് നിങ്ങൾ ചോദിക്കരുത്. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിക്കും. ഇത്രയൊക്കെ കഴിച്ചിട്ടും എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട്. അവരുടെ അടുത്ത് എനിക്ക് ഒന്നും പറയാനില്ല ഗൈസ്. ഞാൻ എങ്ങനെയാണോ ഇതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കില്ലാത്ത സങ്കടം നിങ്ങൾക്കും വേണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാണ് ആ കാര്യം. അപ്പോൾ അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് മടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നൈസായിട്ട് നമ്മുടെ സ്പോട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാടത്തിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ കെട്ടിയിട്ടിട്ടുണ്ട് ഓലയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ നൈസായിട്ട് വന്ന് അവിടെ ഇരിക്കുവാണ് കുറച്ച് നേരം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് ഇനി ഇറങ്ങി ഓടും. അത് വേറൊരു കാര്യം. നല്ല നല്ല റീൽസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. വല്ല സാരിയോ അല്ലെങ്കിൽ പട്ടുപാടയും ബ്ലൗസോ ഒക്കെ ഇട്ടിട്ട് വന്നിരുന്നെങ്കിൽ കുറേ നല്ല റീൽസ് കിട്ടിയേനേന്ന് എനിക്ക് അപ്പം തന്നെ തോന്നിയായിരുന്നു. ഞാനത് പറയുകയും ചെയ്തായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവന് കുറച്ച് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. വലിയ കാര്യത്തിൽ ഷോയൊക്കെ കാണിച്ച് ഇറങ്ങിയതാണ് അവിടുന്ന്. പക്ഷെ വഴി മറന്നുപോയി ഗൈസ്. ഇനി എങ്ങനെ എത്തും തിരിച്ച് ഞാൻ? ഗൈസ് നമ്മൾ പാടത്തൂടെ നടക്കാൻ പോവുകയാണ്. വന്ന വഴി മറന്നല്ലോ. കണ്ടുപിടിക്കാം. വെയിലത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഫേസൊക്കെ ആകെ ടയേർഡാവുകയും ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ടുമുണ്ട്. പക്ഷേ നമുക്ക് മസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻജോയ്മെൻ്റ് ആണല്ലോ. ഇതൊക്കെ ഇപ്പം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ എന്നാൽ കഴിയുന്ന വിധം എൻജോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ അത്രയേറെ കാത്തിരുന്ന മുഹൂർത്തം എത്തിയെന്ന് പറയാമല്ലോ. എല്ലാവരും പതുക്കെ ചെളിയിലോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനും അങ്ങനെ ഇറങ്ങി അത്യാവശ്യം കുറേ നേരം അവിടെ ഫുട്ബോളൊക്കെ കളിച്ചു. അതുപോലെ തന്നെ റെയിൻബോ ഡിസ്കോയിലും ഒക്കെ കുറേ നേരം നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ കയറി. അപ്പോൾ ഓരോരുത്തരായിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നു. കാരണം നമ്മൾ മലയാറ്റൂർ കൂടെ ഒന്ന് പോകുന്നുണ്ട്. അത് പെട്ടെന്നുണ്ടായ പ്ലാനായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഈ നനഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെയായിരുന്നു വണ്ടിയിൽ കയറിയത്. ഞാൻ ആകെ ഒരു സെറ്റ് ഡ്രസ്സായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മലയാറ്റൂർ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ വെറുതെ നോക്കിയിരിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, തലയൊക്കെ നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തല ജസ്റ്റ് തോർത്തി അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറി നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകാനായിട്ട് പോവുകയാണ്. മഡ്ഡി ഫുട്ബോൾ കളിക്കുന്നതും അതുപോലെ തന്നെ റെയിൻബോ ഡാൻസും ഒന്നും എനിക്ക് അധികം വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം ഫോൺ നനയുമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും എടുത്തില്ലായിരുന്നു. വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അധികം വീഡിയോയിൽ ഫോക്കസ് ചെയ്തില്ല. അങ്ങനെ നമ്മൾ പതുക്കെ അവിടുന്ന് തിരിച്ചു ഗൈസ്. അപ്പം നമ്മൾ അവിടുന്ന് ഇറങ്ങുന്ന ആ കുറച്ച് സെക്കൻഡിനുള്ളിൽ ഇവർ പോയിട്ട് മിറാക്കിൾ ഫ്രൂട്ട് സംഘടിപ്പിച്ചുകൊണ്ട് വന്നു. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ മിറാക്കിൾ ഫ്രൂട്ട് ടേസ്റ്റ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അങ്ങനെ അതും ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റി. എൻ്റെ കോലം നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. കൺമശി എഴുതി മൊത്തം പടർന്ന് ഗൈസ് വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും. പിന്നെ മുഖം വാഷ് ചെയ്യാനായിട്ട് അവിടുന്ന് ടൈം കിട്ടിയില്ല. അങ്ങനെ നമ്മളിതേ മലയാറ്റൂർ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അല്ല, ഇതാണോ മലയാറ്റൂർ പള്ളി എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾ മലയാറ്റൂർ എത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ പെരിയാറിൽ ഇറങ്ങാനായിട്ട് പോവുകയാണ്. ഞാനാകെ വീഡിയോയിൽ മാത്രമാണ് മലയാറ്റൂർ പള്ളി കണ്ടിട്ടുള്ളത്. അത് വെച്ച് നോക്കുമ്പോഴത്തേനും എൻ്റെ മനസ്സിൽ ഏതൊക്കെയോ ചെറിയ ചെറിയ മലയൊക്കെ കയറി പോകുമ്പോഴാണ് ഇതുള്ളത്. ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് മല അങ്ങനെ കയറാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വണ്ടിയിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് വരെ എത്തിയത്. അപ്പോൾ ഇതായിരിക്കത്തില്ല മലയാറ്റൂർ പള്ളി എന്ന് എനിക്ക് തോന്നുന്നു. അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ പള്ളിയിൽ കയറണം എന്നുള്ള അതിയായ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നെങ്കിലും നനഞ്ഞ ഡ്രസ്സിലായതുകൊണ്ട് ഞാൻ പിന്നെ കയറാനായിട്ട് നിന്നില്ല. എല്ലാം കഴിഞ്ഞ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് പോകാൻ സമയം കിട്ടുവാണെങ്കിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിതേ പതുക്കെ വെള്ളത്തിലോട്ടൊക്കെ ഇറങ്ങുവാണ്. അപ്പം ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം റിസ്ക് എടുക്കാൻ വയ്യ. എങ്ങാനും എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അതുമായി മൊത്തം ഷോക്കാവും. അതുകൊണ്ട് ഞാൻ പിന്നെ ഫോൺ കയ്യിലെടുത്തില്ലായിരുന്നു. അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് എൻജോയ് ചെയ്തു, അടിച്ചു പൊളിച്ചു എന്ന് പറയാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചേഞ്ചും ചെയ്ത് വന്ന് നമ്മളിതേ പഴംപൊരിയൊക്കെ കഴിച്ചു. ഗൈസ്, ഞങ്ങളുടെ യാത്രയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പെരിയാർ നദിയിൽ മുങ്ങിക്കുളിച്ചു. അപ്പോൾ ഇവരുടെയൊക്കെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ എന്തോരം ആസ്വദിച്ചു ഈ ട്രിപ്പ് എന്നുള്ളത്. അങ്ങനെ ഞങ്ങളിതേ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ടാറ്റ ഗൈസ്, ബൈ ബൈ.